ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചേഴ്സിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫ്യൂച്ചേഴ്സ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിസം എന്താണ് എന്നുള്ളതാണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ഫ്യൂച്ചർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിൻ്റെ വിധം, മെക്കാനിസം അല്ലെങ്കിൽ ആ പ്രക്രിയയെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു സെക്യൂരിറ്റി മാർക്കറ്റിൽ, നമ്മൾ സെക്യൂരിറ്റി മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്റർക്ക് നേരിട്ട് ഇടപെടാൻ സാധിക്കില്ല, നമുക്കറിയാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? അയാൾ മറ്റുള്ള ഇൻ്റർമീഡിയറീസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ വ്യാപാരം നടത്തണമെന്നുണ്ടെങ്കിൽ, ഫോർ ദി പർപ്പസ് ഓഫ് ഫ്യൂച്ചർ ട്രേഡിംഗ്, ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെലക്ട് ദ ബ്രോക്കർ. ഒന്നാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് പറയുവാൻ സാധിക്കും, ഒരു പ്രക്രിയ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ സാധിക്കും, സെലക്ട് എ ബ്രോക്കർ ഹൗസ് ഓർ സെലക്ട് എ ബ്രോക്കർ ഓർ ബ്രോക്കറേജ് ഹൗസ് ഓർ ബ്രോക്കറേജ് ഡീലേഴ്സ് എക്സെട്ര. ഒരു റെക്കഗ്നൈസ്ഡ്, ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളിന്മേൽ വ്യാപാരം നടത്തുന്ന ബ്രോക്കറുടെ മുമ്പാകെ അല്ലെങ്കിൽ ബ്രോക്കറെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരു ബ്രോക്കറേജ് ഹൗസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇത്തരത്തിലുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളിൽ ഡീൽ ചെയ്യുന്നതിന് ഡയറക്റ്റായിട്ട് നടക്കില്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെയാണ് ട്രേഡ് നടക്കുക. നമുക്കറിയാം, all the future contracts are traded through the recognized stock exchanges. അംഗീകൃത ഓഹരി വ്യാപാരശാലകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് വേണം? നമുക്ക് നേരിട്ട് ട്രാൻസാക്ഷൻ നടക്കില്ല. അപ്പോൾ ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ വേണം, അല്ലേ? ബ്രോക്കറേജ് ഹൗസുകൾ പോലെയുള്ള സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം? ഇൻ്റർമീഡിയറീസായിട്ട്, ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ അവരാദ്യം നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഓപ്പണിങ് എ ട്രേഡ് അക്കൗണ്ട്. പിന്നെ ചെയ്യുന്നത് എന്താണ്? ഓപ്പണിങ് എ ട്രേഡ് അക്കൗണ്ട് എന്നുള്ളതാണ്. ഒരു ട്രേഡ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നു? ഓപ്പൺ ആക്കുന്നു. ആരുടെ അടുത്ത്? വിത്ത് ദ ബ്രോക്കർ. ഒരു ട്രേഡിംഗ് പ്രോസസ്സ്, ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെ ട്രേഡിംഗ് പ്രോസസ്സ് ആരംഭിക്കുന്ന എപ്പോഴാണ്? വെൻ എ ബ്രോക്കർ ഡിസ്കസസ് ഇൻ ഫിനാൻഷ്യൽ ഗോൾസ് വിത്ത് ദ റെപ്രസെൻറ്റേറ്റീവ് ബ്രോക്കറേജ് ഹൗസ്. ആൻഡ് അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺ once customer understand the financial risk and meet certain financial requirements. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ട്രേഡ് നടക്കണമെങ്കിൽ, വ്യാപാരം നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ നടക്കേണ്ട ഒരു കാര്യമാണ് ഇത്. ഒരു ബ്രോക്കർ മുമ്പാകെ അല്ലെങ്കിൽ ബ്രോക്കറേജ് ഹൗസ് മുമ്പാകെ എന്ത് ചെയ്തിരിക്കണം? ഒരു നിക്ഷേപകൻ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുക എന്നുള്ളത്. എന്ത് അക്കൗണ്ടാണ്? ട്രേഡിംഗ് അക്കൗണ്ട്. ഓപ്പണിങ് എ ട്രേഡിംഗ് അക്കൗണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദി ബ്രോക്കർ രജിസ്റ്റേർഡ് ഇൻ സെബി, അല്ലേ? സെബിയുടെ അംഗീകാരത്തോട് കൂടിയിട്ട് ഒക്കെ പ്രവർത്തിക്കുന്ന ബ്രോക്കർ മുമ്പാകെ എന്ത് ചെയ്യുന്നു? ഒരു ട്രേഡിംഗ് അക്കൗണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രോക്കർ മുമ്പാകെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഒരു ഇൻവെസ്റ്റർക്ക് ഇത്തരത്തിലുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റിന് മുകളിൽ ട്രേഡ് ചെയ്യാൻ, വ്യാപാരം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? ഓപ്പണിങ് ആൻ അക്കൗണ്ട് വിത്ത് എ രജിസ്റ്റേർഡ് ബ്രോക്കർ മുമ്പാകെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ഫ്യൂച്ചേഴ്സുമായി ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഫ്യൂച്ചർ മാർക്കറ്റിൽ ഉള്ള ഒരു രജിസ്റ്റേർഡ് ബ്രോക്കറുടെ മുമ്പാകെ എന്ത് ചെയ്തു? ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. പിന്നീട് വരുന്നതാണ് ഇത് പ്ലേസിങ് ആൻ ഓർഡർ വിത്ത് ദ ബ്രോക്കർ. നമുക്കറിയാം, ഫ്യൂച്ചർ കോൺട്രാക്ട്സ് are traded through recognized stock exchanges, which is similar to stock exchanges. ശ്രദ്ധിക്കേണ്ട കാര്യം, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, അംഗീകൃതമായിട്ടുള്ള എക്സ്ചേഞ്ചുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഈസ് സിമിലർ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സാധാരണ സെക്യൂരിറ്റീസ് എല്ലാം, ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർ ഒക്കെ ട്രേഡ് ചെയ്യപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് സമാനമായിട്ടുള്ള, അംഗീകൃതമായിട്ടുള്ള എക്സ്ചേഞ്ചാണ് ഇത് ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. വൺസ് ആൻ ഇൻവെസ്റ്റർ ഡിസൈഡ് ടു ബൈ എ സർട്ടൻ കോൺട്രാക്ട്, he calls his broker
ആൻഡ് ഇൻസ്ട്രക്ട് ടു ബൈ ദ ഡിസൈഡ് കോൺട്രാക്ട് ഫോർ ഹിം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വൺസ് ആൻ ഇൻവെസ്റ്റർ ഡിസൈഡ് ടു ബൈ എ സർട്ടൻ കോൺട്രാക്ട്. ഒരു ഇൻവെസ്റ്റർ, ഒരു നിക്ഷേപകൻ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു സർട്ടൻ കോൺട്രാക്റ്റ്, ഒരു പ്രത്യേക കോൺട്രാക്റ്റ്, ഫ്യൂച്ചർ കോൺട്രാക്റ്റ് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹി കോൾസ് ഹിസ് ബ്രോക്കർ. അയാൾ എന്ത് ചെയ്യും? അയാളുടെ ബ്രോക്കറെ കോൾ ചെയ്യും, വിളിക്കും. എന്നിട്ടോ ഇൻസ്ട്രക്ട് ബൈ ദ ഡിസൈഡ് കോൺട്രാക്ട് ഫോർ ഹിം. എന്നിട്ട് എന്ത് ചെയ്യും? അവർക്ക് നിർദ്ദേശങ്ങൾ നൽകും. ആർക്ക്? ഈ ബ്രോക്കേഴ്സിന്. എന്തിനു വേണ്ടിയിട്ട്? ഇൻസ്ട്രക്ഷൻ ടു ബൈ ദ ഡിസൈഡ് കോൺട്രാക്ട് ഫോർ ഹിം. ഈ ഇൻവെസ്റ്ററുടെ ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുക? ഒരു കോൺട്രാക്റ്റിനെ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ആർക്ക് കൊടുക്കും? ഒരു ബ്രോക്കർക്ക് കൊടുക്കും. ആര്? ഒരു ഇൻവെസ്റ്റർ. വൺസ് ഡീൽ ഈസ് സ്ട്രക്ക്, ദ ഇൻഫർമേഷൻ ഓഫ് കൺഫർമേഷൻ ഓഫ് ദി കൺക്ലൂഷൻ ഓഫ് ദി ഓർഡർ ഷാൾ റീച്ച് ദ ഇൻവെസ്റ്റർ ത്രൂ ദ ബ്രോക്കർ. അങ്ങനെ ആ ഡീല്, ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദ ഇൻഫോർമേഷൻ ഓഫ് ദി കൺഫർമേഷൻ ആയി ബന്ധപ്പെട്ട വിവരം എന്ത് ചെയ്യും? ഓർഡറുമായി ബന്ധപ്പെട്ട വിവരം എന്ത് ചെയ്യും? ബ്രോക്കർ മുഖാന്തരം എന്ത് ചെയ്യും? ആരിലേക്കെത്തും? ഇൻവെസ്റ്ററിലേക്ക് എത്തും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഇൻവെസ്റ്റർക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഡയറക്റ്റായിട്ട് ഒരു എക്സ്ചേഞ്ചിൽ നിന്നും ഫ്യൂച്ചർ കോൺട്രാക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവർക്ക് ഇൻ്റർമീഡിയറി ഉണ്ട്. ആരാണ്? ബ്രോക്കറാണ്. ബ്രോക്കർക്ക് എന്ത് ചെയ്യുന്നു? ഈ ഇൻവെസ്റ്റർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, ചില നിർദ്ദേശം കൊടുക്കുന്നു. ടു ബൈ ഓർ സെൽ സം സെക്യൂരിറ്റി. ഒരു സെക്യൂരിറ്റി വാങ്ങുന്നതിനോ വിൽക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യുന്നു? നിർദ്ദേശം കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ എന്ത് നടക്കുന്നു? ആ ബ്രോക്കർ എന്ത് ചെയ്യുന്നു? ഇതിനെ സ്വീകരിക്കുന്നു, ആ റിക്വസ്റ്റിനെ സ്വീകരിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഒരു കോൺട്രാക്റ്റിൻ്റെ സൈസ്, എമൗണ്ട് ഒക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? എക്സ്ചേഞ്ചാണ്. കാരണം ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ആർ ട്രേഡഡ് ത്രൂ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അംഗീകൃത ഓഹരി വ്യാപാരശാലകൾ അല്ലെങ്കിൽ അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ മുഖാന്തരം മാത്രമേ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ വ്യാപാരം നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഇത്തരത്തിലുള്ള റെക്കഗ്നൈസ്ഡ് ഇതിലൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അവിടെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഒരു നിശ്ചിത വിലക്ക് വിൽക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നിശ്ചിതമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ അവൈലബിൾ ആവുന്നുണ്ട്. അതായത് അവിടെ എന്ത് ചെയ്യുന്നു? ഒരു യൂണിഫോമിറ്റി കൈവരുന്നു. കൃത്യമായൊരു യൂണിഫോമിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമത്തതാണ് റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസ്. ക്ലിയറിംഗ് ഹൗസിൻ്റെ റോൾ എന്താണ് ഇവിടെ എന്നുള്ളതാണ്. ക്ലിയറിംഗ് ഹൗസ് ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്. നമുക്കറിയാം, കരാറിൽ ഏർപ്പെടുന്ന 2 പേരുണ്ടാവും അല്ലേ? മിനിമം 2 പേരുണ്ടാവും കരാറിൽ. ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന മിനിമം 2 പേരുണ്ടാവും. ട്രാൻസാക്ഷൻ്റെ കേസിലാണെങ്കിൽ ബയർ സെല്ലർ എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുണ്ടാവും, ഇത്തരത്തിലുള്ള ഇൻ്റർമീഡിയറീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് ഉണ്ടാവും. ഒരു കരാറിൽ ഏർപ്പെടുന്ന ആളുകൾ, അവരെ നമ്മൾ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് എന്ന് വിളിക്കും അല്ലേ? കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് ഒന്നുകിൽ ബയറായിരിക്കും. പാർട്ടീസ് പറയുമ്പോൾ 2 ആൾക്കാരുണ്ട് മിനിമം, ബയറും സെല്ലറും. ഫോർ എക്സാമ്പിൾ ബയറും സെല്ലറുമാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇത്? ക്ലിയറിംഗ് ഹൗസ്. ബയറുടെയും സെല്ലറുടെയും ഇൻ്റർമീഡിയറി ആയിട്ട്, ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ഇൻ്റർമീഡിയറി ആയിട്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഇൻ്റർമീഡിയറി ആയിട്ടും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? അവരുടെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് ഇത് ക്ലിയറിംഗ് ഹൗസ് എന്നുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു എന്ത്? കൗണ്ടർ പാർട്ടി റിസ്ക് എന്നറിയപ്പെടുന്നത്. ദ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട് ഈസ് കൗണ്ടർ പാർട്ടി റിസ്ക്. ദർ ഈസ് എ ചാൻസ് ഫോർ കൗണ്ടർ പാർട്ടി റിസ്ക് അല്ലെങ്കിൽ ഡിഫാൾട്ട് റിസ്ക്. കൗണ്ടർ പാർട്ടി റിസ്ക് അല്ലെങ്കിൽ ഡിഫാൾട്ട് റിസ്ക് എന്ത് ചെയ്യുന്നു? ഉണ്ടായിരുന്നു. എവിടെ? നമ്മളുടെ ഫോർവേഡ് കോൺട്രാക്റ്റിൽ, നമ്മൾ നേരത്തെ പഠിച്ച ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഡിഫാൾട്ട് റിസ്ക് അല്ലെങ്കിൽ കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ദ റിസ്ക് arised due to the fail in fulfillment of obligation by one of the contracting parties. കരാറിലേർപ്പെട്ട ഒന്നോ അതിലധികമോ വരുന്ന ആളുകളുടെ
ആളുകൾ അവരുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ കടമ ചെയ്യുന്നതിൽ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക്കാണ് ഇത് കൗണ്ടർ പാർട്ടി റിസ്ക്. സോ ക്ലിയറിംഗ് ഹൗസ് എന്ത് ചെയ്യുന്നുണ്ട്? കൗണ്ടർ പാർട്ടി റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ബയറുടെയും സെല്ലറുടെയും ഇടയിൽ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. ബോത്ത് ദ ബയർ ആൻഡ് സെല്ലർ റിക്വയർ ടു കീപ് ആൻ ഇനീഷ്യൽ മാർജിൻ വിത്ത് ദ ക്ലിയറിംഗ് ഹൗസ്. ഒരു കോൺട്രാക്റ്റിലുള്ള കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് ആയിട്ടുള്ള ബയറും സെല്ലറും രണ്ടുപേരും എന്ത് ചെയ്തിരിക്കണം? ക്ലിയറിംഗ് ഹൗസ് മുമ്പാകെ ഒരു മാർജിൻ, ഒരു നിശ്ചിത എമൗണ്ട്, ഒരു ഇനീഷ്യൽ മാർജിൻ എന്ത് ചെയ്യണം? എപ്പോഴും ക്ലിയറിംഗ് ഹൗസ് മുമ്പാകെ സൂക്ഷിക്കേണ്ടതായിട്ട് വന്നു. ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദി ക്ലിയറിംഗ് ഹൗസ് ഈസ് ടു ഗ്യാരണ്ടി ദ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിൻ്റെ, ഒരു കരാറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നതാണ് ഇത്. പ്രവർത്തനങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്ന സ്ഥാപനമാണ് സത്യത്തിൽ എന്ത്? ക്ലിയറിംഗ് ഹൗസ് എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, കരാറിൽ ഏർപ്പെടുന്ന ബയറോ സെല്ലറോ അവരുടെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടില്ല എങ്കിൽ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർത്തിട്ടില്ല എങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന നഷ്ടം, അതാണ് കൗണ്ടർ പാർട്ടി റിസ്ക്കുമായി ബന്ധപ്പെട്ടത്. അത്തരത്തിലുള്ള റിസ്ക്കുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന മാർജിൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. മാർജിൻ സിസ്റ്റം അല്ലെങ്കിൽ ഇനീഷ്യൽ മാർജിൻ. ഇത്തരത്തിലുള്ള ഇനീഷ്യൽ മാർജിനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ക്ലിയറിംഗ് ഹൗസിന് എന്തിന് സാധിക്കുന്നുണ്ട്? ഒരു കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് അതിൻ്റെ എന്ത് ചെയ്യുന്നു? പെർഫോമൻസിന് ഗ്യാരണ്ടി നൽകുവാൻ, ഉറപ്പ് നൽകുവാൻ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുമ്പോൾ, ക്ലിയറിംഗ് ഹൗസ് ഈസ് ആൻ ഇൻ്റർമീഡിയറി ഇൻ ഡെറിവേറ്റീവ് കോൺട്രാക്ട് ഇൻ ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. ബയറുടെയും സെല്ലറുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റർമീഡിയറിയാണ് ഇത് ഈ പറയപ്പെടുന്ന ക്ലിയറിംഗ് ഹൗസ് എന്നുള്ളത്. ഓക്കെ, ക്ലിയറിംഗ് ഹൗസ് എന്നുള്ളത് അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയറിംഗ് ഹൗസ് എന്ത് ചെയ്യുന്നു? ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇത്തരത്തിലുള്ള എല്ലാ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അതാണ് റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ലിയറിംഗ് ഹൗസുകളാണ് നാഷണൽ സെക്യൂരിറ്റീസ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ NSCCL എന്ന് പറയുന്ന സ്ഥാപനം. അതുപോലെ ക്ലിയറിംഗ് ഹൗസ് ഓഫ് NSE. ഇതെന്താണ്? NSEയുടെ ക്ലിയറിംഗ് ഹൗസായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു? ഇവിടെ ക്ലിയറിംഗ് ഹൗസ് എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം ഒരു സഹായം നൽകുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ വരുന്നതാണ് ഡെയിലി സെറ്റിൽമെൻറ്റ്. നമുക്കറിയാം, ആസ് വി കമ്പയർ വിത്ത് ഫോർവേഡ് കോൺട്രാക്ട്സ് ആൻഡ് ഫ്യൂച്ചർ കോൺട്രാക്ട്, when we are comparing with forward contracts and future contract is a developed contract. Future contracts are daily settled contract. ഫോർവേഡ് കോൺട്രാക്റ്റുകളുമായിട്ട് അപേക്ഷിക്കുമ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ഡെയിലി സെറ്റിൽമെൻ്റ് ആണ്. ഡെയിലി സെറ്റിൽമെൻറ്റ്, മാർക്കറ്റ് ടു മാർക്കറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയും. എ കീ റോൾ ഓഫ് ദി ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് ടു ഓർഗനൈസ് ട്രേഡിംഗ് സച്ച് ദ കോൺട്രാക്ട് ഡിഫാൾട്ട്സ് ആർ മിനിമൈസ്ഡ് ഓർ ഈവൻ ഇലിമിനേറ്റഡ്. ഈ ഡെയിലി സെറ്റിൽമെൻറ്റിലൂടെ എന്ത് ചെയ്യുന്നു? ഡിഫാൾട്ടുകൾ, വീഴ്ചകൾ വരുത്തുന്ന കുറയ്ക്കാനും എലിമിനേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. ദ ക്ലിയറിംഗ് ഹൗസ് യൂസസ് ദ ഫീസ് ഇറ്റ് കളക്ട്സ് ഓൺ ട്രാൻസാക്ഷൻസ് ടു പ്രൊവൈഡ് നെസസറി ഫണ്ട് ഫോർ ദി പർപ്പസ്. ക്ലിയറിംഗ് ഹൗസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫീസ് കളക്ട് ചെയ്യുന്നുണ്ട് ട്രാൻസാക്ഷന് മുകളിൽ. എന്തിന്? അവരുടെ ആ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്. ബിസൈഡ്സ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് എ മാർജിൻ ഓൺ ദി കോൺട്രാക്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, കരാറിൽ ഏർപ്പെടുന്ന ബയറും സെല്ലറും ആരൊക്കെയാണ്? അവർ രണ്ടുപേരും എന്ത് ചെയ്തിരിക്കണം? ഒരു ഡെപ്പോസിറ്റ് മാർജിൻ എന്ത് ചെയ്യണം? കോൺട്രാക്റ്റിന് മുകളിൽ വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ കോൺട്രാക്റ്റിന് പ്രകാരം നമ്മൾ കൊടുക്കേണ്ടതാണ്. ദസ് വെൻ എ കോൺട്രാക്ട് ഈസ് എൻറ്റേർഡ് ഇൻ ടു ബോത്ത് ദ ബയർ ആൻഡ് സെല്ലർ ഐ റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് ദ ഇനീഷ്യൽ മാർജിൻ. ഇത്തരത്തിലൊരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെയുള്ള ബയറും സെല്ലറും എന്ത് ചെയ്യും? ഇനീഷ്യൽ മാർജിനിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഡെയിലി സെറ്റിൽമെൻറ്റിൽ 5 to 10% ആണ് പെർ ട്രേഡിംഗ് ഡേയിൽ മറിയുന്നത്. അതായത് ഒരു പറയുന്ന ഒരു ഫ്യൂച്ചറിൻ്റെ വിലയിൽ എന്ത് ചെയ്യുന്നു? ഒറ്റയടിക്ക് 10 രൂപയുടെ കുറവ് വരികയാണ്. സ്വാഭാവികമായിട്ട് അത് എന്ത് ചെയ്യും? കൂടി വലിയ സംഖ്യകളായിട്ട് എന്ത് ചെയ്യും? മാറുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതാണ് റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസിൽ പറയാനുള്ളത്. പിന്നെ അതുപോലെ ഡെയിലി സെറ്റിൽമെൻറ്റിൽ പറയാനുള്ളത്. പിന്നെ വരുന്നതാണ് ഡെലിവറി ആൻഡ് ഫൈനൽ സെറ്റിൽമെൻറ്റ്. മോസ്റ്റ് ഓഫ് ദി ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ആർ സെറ്റിൽഡ് ഇൻ ക്യാഷ് ഓർ ക്യാഷ് ഇക്വിവാലൻസ്. പണമോ പണത്തിന് തുല്യമായിട്ടുള്ള എന്തെങ്കിലുമോ
ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. നോൺ ക്യാഷ് സെറ്റിൽഡ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ആർ ബീയിങ് സെറ്റിൽഡ് ബൈ മേക്കിംഗ് ദ ഡെലിവറി ആൻഡ് പേയിങ് ദ പ്രൈസ്. നോർമലി ദർ ആർ 1 month, 2 month, 3 month ഫ്യൂച്ചേഴ്സ്. കാണാൻ സാധിക്കുന്ന ഫീച്ചേഴ്സാണ് 1 മാസത്തേത്, 2 മാസത്തേത്, 3 മാസത്തെ കാലാവധിയുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളാണ് ഇതിലുള്ളത്. അതുപോലെ ഫ്യൂച്ചർ കോൺട്രാക്ട് എക്സ്പയർസ് ഓൺ ദി ലാസ്റ്റ് തേഴ്സ്ഡേ ഓഫ് ദി മന്ത്. ഒരു മാസത്തെ അവസാനത്തെ വ്യാഴാഴ്ചയാണ് എന്ത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഇവിടെ എക്സ്പയർ ആവുന്നത്, അതിൻ്റെ കാലാവധി തീരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസ്. ഇൻ ഈച്ച് ഫ്യൂച്ചർ എക്സ്ചേഞ്ച് ദർ വിൽ ബി എ ക്ലിയറിംഗ് ഹൗസ്. ഏതൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെടുത്ത് പരിശോധിച്ച് നോക്കട്ടെ, ഏതൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് പഠിച്ചു നോക്കട്ടെ, അവിടെയൊക്കെ എന്താണ്, അവിടെ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ നമുക്കറിയാലോ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. ഫ്യൂച്ചർ എക്സ്ചേഞ്ചിൽ ക്ലിയറിംഗ് ഹൗസുകളുണ്ട്. അതെന്തിന് സഹായിക്കുന്നുണ്ട്, ക്രെഡിറ്റ് റിസ്കിനെ ഒഴിവാക്കുവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇറ്റ് മേക്സ് പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് ഫോർ ദി ഡെലിവറി ഓഫ് അണ്ടർലൈങ് അസറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് മണി. ഇതെന്ത് ചെയ്യുന്നു, അണ്ടർലൈങ് അസറ്റിനെ എളുപ്പത്തിൽ ഡെലിവർ ചെയ്യുവാനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റ് കളക്ട് ചെയ്യുവാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ആക്ട് ആസ് കൗണ്ടർ പാർട്ടി ഫോർ ദി ബയർ ആൻഡ് സെല്ലർ. ബയറുടെയും സെല്ലർക്കും എന്നുള്ള ഉള്ള കൗണ്ടർ പാർട്ടി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പ്രവർത്തിച്ചത്. ഫ്യൂച്ചർ കോൺട്രാക്ട് ദ ഡിഫോൾട്ട് റിസ്ക് ഈസ് അണ്ടർടേക്കൺ ബൈ ദി ക്ലിയറിംഗ് ഹൗസ്. നമുക്കറിയാം അല്ലേ, ഒരു കരാറിൽ ഏർപ്പെടുന്ന ബയറോ സെല്ലറോ അതിലാരെങ്കിലും ഒരാൾ കരാറിൽ വീഴ്ച വരുത്തിയാലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, ഈ ഡിഫോൾട്ട് റിസ്കിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലിയറിംഗ് ഹൗസ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഇറ്റ് സെൽഫ് ഫ്രം ദി റിസ്ക് ദ ക്ലിയറിംഗ് ഹൗസ് റിക്വയർസ് ദ പാർട്ടി ടു കീപ്പ് എ മാർജിൻ മണി. ക്ലിയറിംഗ് ഹൗസ് മുമ്പാകെ എന്ത് ചെയ്യണം, സെർട്ടൻ മാർജിൻ മണി എന്ത് ചെയ്യാണ്ട് വെക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ക്വിക്ക് ആൻഡ് സിമ്പിൾ വേ ഫോർ ബോത്ത് ദി പാർട്ടീസ് ടു സെറ്റിൽ ദെയർ കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് അതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഓക്കെ ദെൻ, താങ്ക് യു.